നമുക്ക് ചിന്തിക്കാവുന്നതിലും വേഗത്തിലാണ് ഓരോ ദിവസവും സാങ്കേതികവിദ്യ വളർന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഫോണ്, TV, കാർ, എന്തിന് നമ്മൾ കയ്യിൽ കെട്ടിക്കൊണ്ട് കിടക്കുന്ന വാച്ചിൽ പോലും നമുക്ക് തീർത്തും അപ്രതീക്ഷിതമായ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നല്ലൊരു ശതമാനവും ചൈനീസ് ഉൽപ്പന്നങ്ങൾ തന്നെയാണെന്നുള്ളതാണ് മറ്റൊരു വസ്തുത. മറ്റു പല രാജ്യങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് തങ്ങളുടേതായ വിപണി എല്ലായിടത്തും അവർ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ എല്ലാ തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ശ്രമിച്ചാലും അതിൻ്റെ എല്ലാം തന്നെ ചൈനീസ് നിർമ്മിതമായ ഒരു പതിപ്പ് വിപണിയിൽ ലഭ്യമാണ്. ചീപ്പ് ലേബറും നിർമ്മിത ബുദ്ധിയും അതുപോലെ റോബോട്ടിക്സും എല്ലാം ഉപയോഗപ്പെടുത്തി ഓരോ ദിവസവും ടെക്നോളജിയിൽ വളരെയധികം മുന്നിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അവർ. ഒരു പരിധിവരെ ഇതെല്ലാം ശരിയാണെങ്കിലും ഈ കാര്യങ്ങൾ മാത്രമാണോ ചൈനയുടെ വളർച്ചയ്ക്ക് കാരണം? ഇതൊന്നുമല്ലാതെ മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിൽ അവർക്ക് മേൽക്കൈയുണ്ടോ? വെൽക്കം ടു മോഷൻ ബുക്സ്, ഇറ്റ്സ് ഇൻഫോ ടൈം. രസതന്ത്രം എന്ന വിഷയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കുറച്ചു പേരുടെയെങ്കിലും മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു കാര്യമായിരിക്കും ആവർത്തന പട്ടിക അഥവാ പീരിയോഡിക് ടേബിൾ. നമുക്കിതിൽ ഒരുപാട് മൂലകങ്ങൾ ക്രമമായി എഴുതിയിരിക്കുന്നത് കാണുവാൻ സാധിക്കുന്നതാണ്. ഇതിൽ കുറച്ചെങ്കിലും മൂലകങ്ങളൊക്കെ നമുക്ക് നിത്യേന പരിചയമുള്ളവയായിരിക്കാം. ചിലതിനെക്കുറിച്ചൊക്കെ അപൂർവമായെങ്കിലും കേൾക്കാറുണ്ട്. എന്നാൽ സത്യം പറഞ്ഞാൽ പല മൂലകങ്ങളുടെയും പേരുകൾ നമ്മൾ കേട്ടിട്ട് പോലുമില്ലെന്നുള്ളതാണ് വാസ്തവം. അത്തരത്തിൽ വരുന്ന ഒരു വിഭാഗമാണ് റെയർ എർത്ത് എലമെന്റ്സ്. ഏകദേശം 17ഓളം മൂലകങ്ങളെയാണ് ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവയെല്ലാം തന്നെ ലോഹ സ്വഭാവം ഉള്ളവയുമാണ്. ഇവയുടെ ഒന്നും പേരുകൾ പരിചിതമല്ലെങ്കിലും എല്ലാവരും ഇവയിൽ പലതിനെയും നിത്യേന ആശ്രയിക്കുന്നുണ്ട്. അതായത് ഒട്ടുമിക്ക ആളുകളുടെയും കയ്യിൽ ഇവയിൽ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ലോഹങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കും. എങ്ങനെയാണെന്നല്ലേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്? നമ്മുടെ കയ്യിലെ മൊബൈൽ ഫോണിലുള്ള സ്മാർട്ട് ഫോൺ സർക്യൂട്ട് സിസ്റ്റം, വൈബ്രേഷൻ യൂണിറ്റ്, സ്പീക്കേഴ്സ്, അതുപോലെ ഡിസ്പ്ലേ ഗ്ലാസ്, അങ്ങനെ മൊബൈൽ ഫോണിന്റെ പല ഭാഗങ്ങളുടെയും നിർമ്മിതിയിൽ ഇവ സുപ്രധാന പങ്കുവഹിക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടായിരിക്കാം ഇവയെ റെയർ എർത്ത് എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്? യഥാർത്ഥത്തിൽ ഇവ അത്രയ്ക്ക് റെയർ ആണോ? എന്നാൽ അല്ലെന്നുള്ളതാണ് വാസ്തവം. ഇവയിൽ പല മൂലകങ്ങളും ഭൂമിയിൽ പലയിടത്തും ലഭ്യമാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇവയ്ക്ക് ഇങ്ങനെ ഒരു പേര് വന്നത്? ഇവയിൽ പലതും ഭൂമിയിൽ ഏതാണ്ട് എല്ലായിടത്തും തുല്യമായി വ്യാപിച്ചു കിടക്കുന്നു. സീറിയം ഇതിനൊരു ഉദാഹരണമാണ്. ഭൂമിയിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന മൂലകങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ ആദ്യത്തെ 30 സ്ഥാനങ്ങൾക്കുള്ളിൽ ഈ മൂലകം ഉണ്ടാകും. ഈ ഒരു പ്രദേശത്ത് വലിയ കോൺസെൻട്രേഷനിൽ കാണപ്പെടുന്നില്ല. റെയർ ആയിട്ടുള്ള മറ്റു പല മൂലകങ്ങളും വളരെ കുറച്ച് പ്രദേശങ്ങളിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ എങ്കിലും അവിടെയെല്ലാം അവ മിക്കവാറും കൂടുതൽ അളവിൽ കാണപ്പെടുന്നുണ്ട്. അത് മാത്രമല്ല, റെയർ എർത്ത് എലമെന്റ്സ് പലതും ശുദ്ധമായ രൂപത്തിലുമല്ല ലഭിക്കുന്നത് എന്നതും മറ്റൊരു പ്രശ്നമാണ്. എന്നാൽ അതുകൊണ്ട് തന്നെ അവയുടെ ഉൽപാദനവും വളരെയധികം ബുദ്ധിമുട്ടുള്ളതാണ്. അതായത് കുറച്ച് പ്രദേശത്ത് ഖനനം ചെയ്യുമ്പോൾ വളരെ കുറച്ച് അളവിൽ മാത്രമാണ് ഇവ ലഭിക്കുന്നത്. മാത്രമല്ല, ഇവ വേർതിരിച്ചെടുക്കുന്ന സമയത്ത് വളരെയധികം റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള വേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതും വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളും ഇവയുടെ ഉൽപാദനത്തിൽ വളരെയധികം നിയന്ത്രണങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇതെല്ലാം കൊണ്ട് തന്നെയായിരിക്കാം ഇവയ്ക്ക് ഇങ്ങനെയൊരു പേര് വന്നത്. പക്ഷേ ഇതിൽ ചൈനയുടെ റോൾ എന്താണ്? ചൈനയ്ക്ക് ഇതെല്ലാം കൊണ്ട് എന്ത് ഗുണങ്ങളാണ് ഉള്ളത്? അതിന് നമുക്ക് ഈ അപൂർവ ലോഹങ്ങളുടെ ഉപയോഗത്തിന്റെ ചരിത്രത്തിലേക്കൊന്ന് സഞ്ചരിക്കാം. 1965 മുൻപ് ഇവയ്ക്ക് ഒട്ടും തന്നെ ഡിമാൻഡ് ഇല്ല എന്ന് വേണം പറയാൻ. ഇന്ത്യയിലും ബ്രസീലുമായിരുന്നു ആ സമയങ്ങളിൽ ഇവ ഏറ്റവും അധികം പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. പിന്നീട് സൗത്ത് ആഫ്രിക്കയും ഒരു ലീഡിംഗ് പ്രൊഡ്യൂസറായി മുന്നിലേക്ക് വന്നു. എന്നാൽ കളർ ടിവിയുടെ കണ്ടുപിടുത്തം കാര്യങ്ങൾ വളരെയധികം മാറ്റിമറിച്ചു. കളർ ടിവിയിൽ കളർ ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് യൂറോപ്പിയം എന്ന മൂലകം വളരെയധികം അത്യാവശ്യമായി വന്നു. ഈ സമയം തന്നെ കാലിഫോർണിയയിലെ മൗണ്ടൻ പാസ് മൈനിൽ ഈ മൂലകം ധാരാളമായി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഈ സമയങ്ങളിൽ അമേരിക്ക വിപണിയിൽ വളരെയേറെ മുന്നിലായി. എന്നാൽ 1980കൾക്ക് ശേഷം ചൈന മാർക്കറ്റിൽ എത്തി. ചൈനയിൽ ഇത്തരത്തിലുള്ള മൂലകങ്ങൾ ധാരാളമായി ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവയുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയ ചൈന ഇവയുടെ പ്രൊഡക്ഷനും കൂട്ടി. അതോടെ വിപണി ഏകദേശം ചൈനയുടെ കയ്യിലായി എന്ന് വേണം പറയുക. മാത്രമല്ല, ഇവർ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെയധികം വില കുറച്ച് വിൽക്കുവാൻ തുടങ്ങി. അതോടെ ചൈനയ്ക്ക് പുറത്തുള്ള മറ്റു പല പ്രദേശങ്ങളും പ്രവർത്തിച്ചിരുന്ന ഉൽപാദന കേന്ദ്രങ്ങൾ പൂട്ടിപ്പോവുകയുണ്ടായി. എന്നാൽ 2000 ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇവയുടെ ഡിമാൻഡ് മുൻപത്തേതിനേക്കാൾ വളരെയധികം കൂടി. ടെക്നോളജി വളരുന്നതനുസരിച്ച് ഇവയുടെ ഉപയോഗവും കൂടിയത് വലിയൊരു പ്രശ്നമായി. ഡിഫൻസിലും മറ്റുമായി ധാരാളം ഉപയോഗം വന്നു. അതോടെ ചൈന പതിയെ ഇതിന്റെ വില ഉയർത്തിക്കൊണ്ടുവരുവാൻ തുടങ്ങി. അധികം വൈകാതെ വിപണി പൂർണ്ണമായും ചൈനയുടെ നിയന്ത്രണത്തിലേക്ക് വരുന്ന ഒരു അവസ്ഥ എത്തി. ഉൽപാദനത്തിൽ മാത്രമല്ല ഉപയോഗത്തിലും മുന്നിൽ ചൈന തന്നെയായിരുന്നു. ഏകദേശം 2010 ആയപ്പോഴേക്കും ഇവയുടെ 95% ഉൽപാദനവും ചൈനയിൽ നിന്ന് തന്നെയായിരുന്നു. എന്നാൽ വില വർധനവ് മറ്റു രാജ്യങ്ങളെ ചിന്തിക്കുവാൻ ഇടയാക്കി. മാത്രമല്ല, വിപണി നിയന്ത്രിക്കുന്നതിൽ ചൈന പല കാര്യങ്ങളും ചെയ്തു പോകുന്നത് അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളെ ചൊടിപ്പിക്കുകയും ചെയ്തു.
പൂട്ടിപ്പോയ പല ഉൽപ്പാദന കേന്ദ്രങ്ങളും മറ്റു രാജ്യങ്ങൾ തുറന്ന് പ്രവർത്തിക്കുക തുടങ്ങി. സ്മാർട്ട് ഫോൺ, ഡിജിറ്റൽ ക്യാമറാസ്, കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്ക്, ഫ്ലൂറസെന്റ് ആൻഡ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ്, ലൈറ്റ് ഫ്ലാറ്റ് സ്ക്രീൻ ടെലിവിഷൻസ്, കമ്പ്യൂട്ടർ മോണിറ്റേഴ്സ് ആൻഡ് ഇലക്ട്രോണിക് ഡിസ്പ്ലേസ്, അതുപോലെ തന്നെ കാറുകളിലും വലിയ വലിയ ഫാക്ടറികളിലും ഒക്കെ പൊല്യൂഷൻ നിയന്ത്രിക്കുന്നതിനുള്ള പല ഘടകങ്ങളുടെയും നിർമ്മാണത്തിനുള്ള അസംസ്കൃത വസ്തുവായി അങ്ങനെ വളരെയധികം ഉപയോഗം ഇവയ്ക്കുണ്ട്. ഇട്രിയം, യൂറോപ്പിയം, ടെർബിയം പോലെയുള്ള മൂലകങ്ങളാണ് ലൈറ്റ് ബൾബിലും പാനലിലും ടിവിയിലും ഒക്കെ കളർ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് സഹായിക്കുന്നത്. അതുപോലെ ഗ്ലാസ് പോളിഷിങ്ങിലും ഇവ ധാരാളമായി ഉപയോഗിക്കുന്നു. പെട്രോളിയം റിഫൈനിങ്ങിലും മറ്റു പല കാര്യങ്ങളിലും ഇവ ഒരു കാറ്റലിസ്റ്റായി ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഹാർഡ് ഡിസ്ക്, വാഹനങ്ങളിലെ പവർ സ്റ്റിയറിംഗ്, ഇലക്ട്രിക് വിൻഡോ, സ്പീക്കേഴ്സ് ഇവയിലെല്ലാം മാഗ്നറ്റിന്റെ നിർമ്മിതിയിലാണ് ഇവയുടെ മറ്റൊരു ഉപയോഗം. അതുപോലെ ബാറ്ററികൾ, സ്റ്റീൽ അലോയ്സ് എന്നിവയുടെ നിർമ്മിതിയിലും ഇത്തരത്തിലുള്ള മൂലകങ്ങൾ അത്യാവശ്യമാണ്. എന്നാൽ ഇതിനേക്കാൾ എല്ലാം ഉപരിയായി മറ്റു രാജ്യങ്ങളെല്ലാം ചിന്തിച്ച വേറൊരു കാര്യം ഈ മൂലകങ്ങൾ പ്രതിരോധ മേഖലയിൽ വളരെയധികം പ്രാധാന്യമറിയിക്കുന്ന ഒന്നാണ് എന്നുള്ളതാണ്. കാരണം സാറ്റലൈറ്റും അതുപോലെ തന്നെ ഗൈഡ് മിസൈൽ സിസ്റ്റത്തിലുമെല്ലാം ഇവയുടെ സാന്നിധ്യം വളരെ പ്രാധാന്യമറിയിക്കുന്നുണ്ട്. ഇവയില്ലെങ്കിൽ ഫൈറ്റർ ജെറ്റുകളുടെ നിർമ്മാണം സാധ്യമാവുകയില്ല. അമേരിക്ക, ഓസ്ട്രേലിയ, കാനഡ തുടങ്ങിയ രാജ്യങ്ങൾ പുതിയ ഡെപ്പോസിറ്റുകൾക്ക് തിരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. മലേഷ്യ, റഷ്യ, തായ്ലൻഡ്, വിയറ്റ്നാം എന്നിവിടങ്ങളിലെല്ലാം ഇവയുടെ ഉൽപ്പാദനവും ഇന്നുണ്ട്. എന്നാൽ ഈ മൂലകങ്ങൾ ഭൂമിയിൽ ഏറ്റവും അധികം കാണപ്പെടുന്നത് ചൈനയിലാണ്. കണക്ക് പ്രകാരം ചൈനയുടെ റിസർവ് 4.4 കോടി മെട്രിക് ടൺ വരും. ഇത് ലോകത്താകമാനം കണ്ടെത്തിയതിന്റെ 37.9% വരും. 2020 കണക്ക് പ്രകാരം ചൈനയിൽ 1,40,000 മെട്രിക് ടൺ ആയിരുന്നു ഇവയുടെ ഉൽപ്പാദനം. അമേരിക്കയിൽ ഇത് 38,000 മെട്രിക് ടൺ മാത്രമാണ്. എന്നാൽ അമേരിക്കയുടെ റിസർവ് വെറും 1.3% മാത്രമാണ്. 2021 ഇന്ത്യയിൽ ഇവയുടെ പ്രൊഡക്ഷൻ 3,000 മെട്രിക് ടണ്ണോളം വരും. എന്നാൽ ചൈനയുടെ ഈ ഡൊമിനൻസ് മറികടക്കാൻ അമേരിക്ക പല വഴികളും കണ്ടെത്തുന്നുണ്ട്. പുതിയ റിസർവുകൾ തേടുക, രാജ്യത്തെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുക, അങ്ങനെ നിരവധി. മാത്രമല്ല ഇവയ്ക്കുള്ള ബദലായി ഉപയോഗിക്കാവുന്ന വസ്തുക്കളെ കണ്ടെത്തുന്നതിനായി അവർ ധാരാളം പണം ചെലവഴിക്കുന്നുമുണ്ട്. അത് കണ്ടെത്തുന്നവരെ ചൈനയ്ക്ക് ഈ ലോകവിപണിയിലെ വളരെ വലിയ സാന്നിധ്യമായി തുടരുക തന്നെ ചെയ്യാം. ഇതുപോലെ പുതുമയുള്ള ധാരാളം അറിവുകളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.